അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, പുണ്യങ്ങളേറെയുള്ള ഒരു ദിനത്തിലാണല്ലോ നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും അത്രത്തോളം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയം കൂടിയാണ്. അതിനാൽ കൃത്യമായി ശ്രദ്ധിച്ചു കേട്ടിരിക്കാം. അതായത് വിശുദ്ധമായ അറഫാ ദിനത്തിലെ, അതായത് ദുൽഹിജ്ജ 9 സുബ്ഹി നിസ്കാരം മുതൽ വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 13ാമത്തെ ദിനത്തിലെ അയ്യാമത്തെ തശ്രീഖിൻ്റെ അവസാനത്തെ ദിനത്തിലെ അസർ നിസ്കാരം വരെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്. ഈ വിഷയത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. അതായത് ഈ തക്ബീർ ചൊല്ലേണ്ട രൂപം, അതുപോലെ എപ്പോഴൊക്കെയാണ് തക്ബീർ ചൊല്ലേണ്ടത്, നിസ്കാരത്തിൽ സലാം വീട്ടിയ ഉടനെയാണോ തക്ബീർ ചൊല്ലേണ്ടത്, അല്ല മറ്റു ദിക്റുകളൊക്കെ ചൊല്ലിയതിന് ശേഷമാണോ തക്ബീർ ചൊല്ലേണ്ടത്, തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മളൊക്കെ നിസ്കരിക്കുന്നവരായിരിക്കുമല്ലോ. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെപ്പറ്റി എല്ലാവരും കൃത്യമായി പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട, ഏറെ പുണ്യങ്ങളുള്ള ഒരു വിഷയമാണ്. ഞാൻ ഈ വിഷയം പറഞ്ഞു തരുമ്പോൾ എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന രൂപത്തിൽ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഓരോ വിഷയങ്ങളും കൃത്യമായി വിവരിച്ചുകൊണ്ട് തക്ബീറിൻ്റെ രൂപമൊക്കെ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ വീഡിയോ കൃത്യമായി കേട്ടിരിക്കുക, എന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് മാക്സിമം ആളുകളിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബക്കാരിലേക്കും അതുപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യപ്പെടാൻ പറ്റുന്ന ആളുകളിലേക്കൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് വിശുദ്ധമായ ബലിപ്പെരുന്നാളും ദുൽഹിജ്ജയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രധാനമായും നമുക്കറിയാം 3 തരത്തിലാണ് തക്ബീറുള്ളത്. ഒന്ന്, ഉലുഹിയ്യത്ത് അറുക്കപ്പെടുന്ന മൃഗങ്ങളിൽ നിന്ന് ഒരു മൃഗത്തെ, അതായത് ആ ഇനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു മൃഗത്തെ കാണുമ്പോഴുള്ള തക്ബീർ, അല്ലെങ്കിൽ അവയുടെ ശബ്ദം കേൾക്കുമ്പോഴുള്ള തക്ബീർ. അത് ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിനങ്ങളിലാണ് നമ്മൾ തക്ബീർ ചൊല്ലേണ്ടത്. അത് അല്ലാഹു അക്ബർ എന്ന ഒറ്റ തക്ബീർ ചൊല്ലിയാൽ മതി. ആവശ്യം മനസ്സിലാക്കാം. ഇനി വേറൊരു തക്ബീർ, ഈ തക്ബീറിനേക്കാണ്, ഇപ്പോൾ പറഞ്ഞ തക്ബീറിനേക്കാണ് മുത്തലഖായ തക്ബീർ എന്ന് പറയുന്നത്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിനങ്ങൾ. വേറൊരു തക്ബീർ മുർസലായ തക്ബീറാണ്. ഈ തക്ബീർ നമുക്കറിയാം ചെറിയ പെരുന്നാളിനും ബലി പെരുന്നാളിനുമുള്ള തക്ബീറാണ് മുർസലായ തക്ബീർ. അതായത് പെരുന്നാൾ രാവിൽ പെരുന്നാൾ നിസ്കാരം വരെ നമ്മൾ നിരന്തരമായി തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അതിനേക്കാണ് മുർസലായ തക്ബീർ എന്ന് പറയാം. അത് ബലി പെരുന്നാളിലുമുണ്ട്, ചെറിയ പെരുന്നാളിലുമുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് പ്രത്യേകമായി സംസാരിക്കുന്ന തക്ബീർ, അതിനേക്ക് മുഖയ്യദായ തക്ബീർ എന്നാണ് പറയുക. മുഖയ്യദായ തക്ബീർ എന്ന് വെച്ചാൽ വിശുദ്ധമായ അറഫാ ദിനത്തിലെ സുബ്ഹി നിസ്കാരം മുതൽ, ഒരു പക്ഷേ ഇന്നത്തെ അല്ലെങ്കിൽ അറഫാ ദിനത്തിലെ സുബ്ഹി നിസ്കാരത്തിന് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള നിസ്കാരങ്ങൾ നിങ്ങൾ ചൊല്ലുക. അതായത് ദുൽഹിജ്ജ 9 സുബ്ഹി നിസ്കാരം മുതൽ അസർ നിസ്കാരം വരെ. ഏതിൻ്റെ അസർ നിസ്കാരം? ദുൽഹിജ്ജ 13 അസർ നിസ്കാരം, അതായത് അയ്യാമത്തെ തശ്രീഖിന്റെ അവസാനത്തെ ദിനത്തിലെ അസർ നിസ്കാരം വരെ ഉള്ള എല്ലാ നിസ്കാരങ്ങൾക്കും തക്ബീർ ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്. ഈ തക്ബീറിനേക്കാണ് മുഖയ്യദായ തക്ബീർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ സാധാരണ സുബ്ഹി നിസ്കരിക്കും. അങ്ങനെ സുബ്ഹി നിസ്കരിച്ച് സലാം വീട്ടി കഴിഞ്ഞാൽ നമ്മൾ സലാം വീട്ടിയതിന് ശേഷം മറ്റു ദിക്റുകളൊക്കെ ചൊല്ലുന്നതിന് മുമ്പായിട്ട് ഈ ദിനങ്ങളിൽ നമ്മൾ തക്ബീർ ചൊല്ലാം. ദിക്റുകളൊക്കെ ചൊല്ലുന്നതിന് മുമ്പായിട്ടാണ് സാധാരണ നമ്മൾ ദിക്റുകളൊക്കെ ചൊല്ലുമല്ലോ നിസ്കാര ശേഷം. അതിനൊക്കെ മുമ്പായിട്ടാണ് തക്ബീർ ചൊല്ലേണ്ടത്. അത് ഏതൊക്കെ നിസ്കാരത്തിന് ശേഷം ചൊല്ലണം? ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ചെല്ലാം, അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ചെല്ലാം, മയ്യത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ചെല്ലാം, അതുപോലെ നിസ്കാരം ഖളാ വിട്ടുകയാണ് ഈ സമയത്ത് എങ്കിലും ചെല്ലാവുന്നതാണ്. ആവശ്യം മനസ്സിലാക്കുക. ഇങ്ങനെ ചെല്ലുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ എപ്പോഴാണ് ഈ തക്ബീർ സ്റ്റാർട്ട് ചെയ്യുക? വിശുദ്ധമായ അറഫാ ദിനത്തിലെ സുബ്ഹി നിസ്കാരം മുതൽ, അതായത് ദുൽഹിജ്ജ 9 സുബ്ഹി നിസ്കാരം മുതലാണ് ഈ തക്ബീർ സ്റ്റാർട്ട് ചെയ്യുക. ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും സലാം വീട്ടിയ ഉടനെയാണ് നമ്മൾ ഇത് ചൊല്ലേണ്ടത്. എപ്പോഴൊക്കെ ഈ തക്ബീർ ഏതുവരെ നിലകൊള്ളും? വിശുദ്ധമായ ദുൽഹിജ്ജ 13 അസർ നിസ്കാരം വരെ ഈ തക്ബീർ നിലകൊള്ളും. അപ്പോൾ ദുൽഹിജ്ജ 13 അസർ നിസ്കാരം ഉൾപ്പെടെ നമ്മൾ ഈ തക്ബീർ ചൊല്ലണം. അപ്പോൾ ദുൽഹിജ്ജ 13 അസർ നിസ്കാരത്തിലും നമ്മൾ ഈ തക്ബീർ ചൊല്ലണം. അപ്പോൾ ഈ തക്ബീർ ചൊല്ലേണ്ടത് നിസ്കാരങ്ങൾക്ക് ശേഷം, നിസ്കാരത്തിൽ സലാം വീട്ടിയ ഉടനെ തന്നെയാണ് നമ്മൾ തക്ബീർ ചൊല്ലേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ന് ലുഹുർ നിസ്കരിച്ചെന്ന് വെക്കാം. ദുൽഹിജ്ജ 9 10 ഞാൻ ലുഹുർ നിസ്കരിച്ച് സലാം വീട്ടിയ ഉടനെ തക്ബീർ ചൊല്ലുകയാണ് വേണ്ടത്. ആവശ്യം മനസ്സിലാക്കാം. ഇനി സലാം വീട്ടിയ ഉടനെ നമുക്ക് തക്ബീർ ചൊല്ലാൻ വിട്ടുപോയെങ്കിൽ, മറ്റു ദിക്റുകളൊക്കെ ചൊല്ലിയപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നെങ്കിൽ, ആ ഓർമ്മ വന്നപ്പോൾ നമുക്ക് തക്ബീർ ചൊല്ലാം. ഓർമ്മ വന്നപ്പോൾ തക്ബീർ ചൊല്ലിയാൽ നമുക്ക് പുണ്യം ലഭിക്കും.
പക്ഷെ മറ്റു ദിക്റുകളിലൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ സലാം വീട്ടിയ ഉടനെ തന്നെ തക്ബീർ ചൊല്ലാണ് നല്ലത്. ഇനി മറ്റു ദിക്റുകളിലൊക്കെ പ്രവേശിച്ചാൽ അപ്പോഴാണ് ഓർമ്മ വന്നെങ്കിൽ ആ സമയത്തും നമുക്ക് തക്ബീർ ചൊല്ലാവുന്നതാണ്. ആവശ്യം മനസ്സിലാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ തക്ബീർ ചൊല്ലേണ്ടത്? സാധാരണ നമ്മൾ ചൊല്ലുമല്ലേ തക്ബീർ, ആ തക്ബീറിന് ചൊല്ലിയാൽ മതി. അതായത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം തക്ബീർ ചൊല്ലാം. ആവശ്യം മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെ തക്ബീർ ചൊല്ലുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഈ തക്ബീറിനേക്കാണ് മുഖയ്യദായ തക്ബീർ എന്നത് കൂടി പറയാം. അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദുആ ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.